ഹായ്, എല്ലാവർക്കും ഒരു പുതിയ സിനിമ ന്യൂസിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ മലയാള സിനിമ ലോകം ഒന്നടങ്കം വെയിറ്റ് ചെയ്യുന്ന ഒരു മലയാള സിനിമയാണ് നമ്മുടെ പാട്രിയോട്ട്. നമ്മുടെ മമ്മൂക്ക നായകനായിട്ട് അതിൽ നമ്മുടെ ലാലേട്ടനും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും പിന്നെ പറയാത്ത ഒരുപാട് താരങ്ങളും അഭിനയിക്കുന്ന ഒരു വമ്പൻ 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരു മലയാള സിനിമ വരാൻ പോവുകയാണ്. അതിൻ്റെ ഷൂട്ടെല്ലാം തീർന്ന് അതിൻ്റെ ഇപ്പോൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഡബ്ബിങ് എല്ലാം അവസാനിച്ചു. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചി ഏരിയസ് വിസ്മയസിൽ നമ്മുടെ മമ്മൂക്കയുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രകൃതിയായി ഒരു വേറെ ലെവൽ സംഭവം അപ്പുറം നമുക്ക് 23-ാണ് അതിൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും മലയാള സിനിമ കണ്ട എക്കാലത്തും വമ്പൻ റിലീസാവും, എക്കാലത്തെയും വമ്പൻ വിജയമാവും എന്നുള്ളതിലും ഒരു സംശയമട. കാരണം മമ്മൂക്ക ലാലേട്ടൻ 19 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു മലയാള സിനിമ കൂടി. അതായത് ഹരികൃഷ്ണൻസിന് ശേഷം അവർ 19 വർഷത്തിന് ശേഷം അവർ നേരിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ 2020 അവരൊക്കെ അഭിനയിച്ചെങ്കിൽ കൂടിയും ആ ഒരു പഴയ ബോണ്ട്, അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം, അത് നമുക്ക് കിട്ടാൻ പോകുന്നത് 19 വർഷത്തിന് ശേഷം. അതിനിടയ്ക്ക് ചെറുതായിട്ട് ചില ഇതിലൊക്കെ വന്നു പോയെങ്കിൽ കൂടി അതൊരു ആ ഒരു പഴയ രീതിയിലുള്ള സംഭവമല്ല. 2020 വന്നെങ്കിൽ കൂടി അതൊരു എന്താ പറയുക, അധികം ആ ഒരു നേർക്കുനേരായിട്ട് അധികം ഒരു എന്താ പറയുക, ഒരു ശത്രുത വെച്ച് ആ സിനിമയുടെ വേറൊരു രീതിയായിരുന്നു. പക്ഷേ ഇതിൽ നമ്മുടെ ലാലേട്ടൻ വില്ലനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലുമല്ല, ലാലേട്ടൻ വില്ലനല്ല, മറ്റു താരങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഫഹദ് ഫാസിലാണ് വില്ലൻ. പക്ഷെ അവരൊന്നുമല്ല, അവരുണ്ട് വില്ലനായിട്ട്. അതിക്ക് മുകളിൽ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത, നിങ്ങൾ ഞെട്ടുന്ന ഒരു സംഭവം ഈ സിനിമക്കകത്തുണ്ട്. പാൻ ഇന്ത്യൻ സിനിമയായിട്ട്, അതായത് മലയാളം മാത്രമായിട്ടല്ല, മിക്ക ലാംഗ്വേജിലും ഈ സിനിമ വരും. ഒരു വമ്പൻ സിനിമ. നമുക്കറിയാം 100 കോടി ബഡ്ജറ്റിലൊക്കെ മലയാള സിനിമ പറയുമ്പോൾ ചെറുതായ രീതിയിലൊന്നും അല്ല അത് വരും, വമ്പൻ രീതിയിൽ തന്നെ അത് വരാൻ പോകുന്നത്. നമ്മുടെ മമ്മൂക്ക നയൻതാര കോംബോ എന്നും ഹിറ്റ് സമ്മാനിച്ചൊരു കോംബോ ആണ്. അവർ നമ്മുടെ ഭാസ്കർ ദിറാസ്കലിന് ശേഷം നമ്മുടെ മമ്മൂക്ക നയൻതാര ഒന്നിക്കുകയാണ്. പിന്നെ ഫഹദ് ഫാസിൽ മമ്മൂക്ക ലാസ്റ്റ് അഭിനയിച്ചത് നമ്മുടെ ഇമ്മാനുവൽ എന്ന ചിത്രത്തിലായിരുന്നു. അതുപോലെ നമ്മുടെ ചാക്കോച്ചൻ മമ്മൂക്ക ഹരികൃഷ്ണൻസിന് ശേഷമാണ് അവർ ഒന്നിക്കുന്നത്. അതിനു മുമ്പ് അവർ ഒരുമിച്ചൊരു ചിത്രം ഈ അടുത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, പിന്നെയും ഒരുപാട്. ഗ്രേസ് ആൻ്റണി, നമ്മുടെ റോഷാക്കിന് ശേഷം മമ്മൂക്ക ഗ്രേസ് അഭിനയിക്കുകയാണ്. പിന്നെ ഒരുപാട് താരങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതും മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നുമായിട്ട് ഒരുപാട് താരങ്ങൾ ചിത്രത്തിൽ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടില്ല, ചെറുതായിട്ടുള്ള അതിൻ്റെ ഗ്ലിംസ് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. പക്ഷെ അതൊന്നുമല്ല, ഇതിൻ്റെ മെയിൻ ടീസർ വരാണ്ട്, ട്രെയിലർ വരാണ്ട്, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമക്കകത്ത് വരണം. അതുമാത്രമല്ല, മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ ഒരുമിച്ച് വരികയാണ്. അതും ഈ ചിത്രത്തിന് വേണ്ടിയാകുന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു മലയാള ചിത്രം നമുക്ക് സമ്മാനിക്കുന്ന മഹേഷ് നാരായണൻ്റെ, അദ്ദേഹത്തിന് മുൻ സിനിമകളിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുള്ളൊരു സിനിമയാകുമെന്നാണ് കൊമേഴ്ഷ്യലായിട്ടും ചിത്രം അവർ ഒരുക്കിയിട്ടുള്ളത്. കാരണം ഒരു മാലിക പോലെ, ടേക്ക് ഓഫ് പോലെ ഒരേ ടൈപ്പിലുള്ള ചിത്രമല്ലാതെ ഒരു കൊമേഴ്ഷ്യലായിട്ട്. കാരണം മമ്മൂക്ക ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഒരു ഫാൻസി അർമാദിക്കുള്ള സംഭവം കൂടി ഇത് കൂടി വേണം എന്ന് കരുതി ഒരു മാസ് പടമല്ല. പക്ഷേ എല്ലാം ഇത് തിയേറ്ററിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും. എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് വരും. എന്തായാലും പടം പൊളിക്കും.